ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു നിൽക്കുന്നത്. എനിക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നടത്തിയ അതേ ദൈവം ശക്തനായിരിക്കുന്നവൻ ഞങ്ങൾക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മൾ പ്രാർത്ഥിക്കാത്തത് പോലുമുള്ള നന്മകൾ, ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള നന്മകളൊക്കെ നിങ്ങളിൽ പല ആളുകളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും അത് അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമുക്കൊരു കോ സ്പോൺസറാണുള്ളത്. എറണാകുളത്ത് നിന്ന് നീഷയാണ്. ഇന്ന് വിവേകിൻ്റെ നീഷയുടെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജനുവരി 11 മാതാപിതാക്കളുടെ വിവാഹ വാർഷികവുമാണ് വരാൻ പോകുന്ന. അഡ്വാൻസ് വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാമല്ലോ. വേഗത്തിൽ അവിടേക്ക് ഓടിയെത്തുക. അതോടൊപ്പം തന്നെ നാളെ രാവിലെയും, ഇന്ന് വരാൻ പറ്റാത്തവരുണ്ടെങ്കിലും ഇന്ന് വന്നവരും വരാൻ പറ്റാത്തവർ എല്ലാവരും നാളെ രാവിലെ 10 മണിക്കുള്ള സ്പെഷ്യൽ സൺഡേ വേർഷിപ്പിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബ്രദർ നേമായ അതിശക്തമായിട്ടുള്ള സന്ദേശം നൽകുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നിങ്ങൾ അവിടേക്ക് ജനങ്ങളെ കൊണ്ടുവരിക. ഒരു വലിയ അനുഗ്രഹമായി അത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, ഈ ആഴ്ചയിൽ അവസാനത്തെ സന്ദേശം. നിങ്ങളുടെ ബ്ലെസ്സിങ് ടുഡേ ഡയറി ഇപ്പോൾ തുറക്കുക. സൂപ്പർ നാച്ചുറൽ, ഇയർ ഓഫ് സൂപ്പർ നാച്ചുറൽ ആണല്ലോ. അസാധാരണ കാര്യങ്ങളുടെ വർഷമാണ്. അതുകൊണ്ട് ആ ഇയർ ഓഫ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ ആ സന്ദേശം, ആ പേജസ് എല്ലാം തുറന്ന് റെഡിയാകുക. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. ജനുവരി 10-11 ദിവസങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ ടീമായി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ സർവീസ് കൊച്ചിയിൽ നടന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. അവിടെ കർത്താവ് റിലീസ് ചെയ്ത അഭിഷേകം, വാഗ്ദത്തങ്ങൾ, വലിയൊരു അത്യന്ത ശക്തിയുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് ഈ ടീം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ജനുവരി 10-11 ശനി ഞായർ ദിവസങ്ങളിൽ രാജധാനി ഓഡിറ്റോറിയം കിഴക്കേക്കോട്ടയിലാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് വ്യക്തിപരമായി ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം, യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഈ 2026 ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും, ഞാൻ പറയുന്നത് പേമാരി പോലെ കർത്താവ് കോരിച്ചൊരിയുന്ന ദിവസമായിരിക്കും. ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും, സയൻസ് ആൻഡ് വണ്ടേഴ്സ് കർത്താവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ശത്രുക്കളെ പോലും കൊണ്ടുവരണം. കാരണം ശത്രുക്കളെ കർത്താവ് അവിടെ വെച്ചങ്ങ് മിത്രമാക്കും. സോ സീ യു ദേർ. വെൽക്കം ബാക്ക്. എത്ര പേരുടെ കയ്യിൽ നമ്മുടെ ഡിവോഷണൽ ഡയറി ഉണ്ട്? എടുക്കുക. ഈ വർഷം ഞാൻ ചെറിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ ദിവസവും വചനം ധ്യാനിക്കേണ്ടത്, കർത്താവുമായിട്ട് ഒറ്റയ്ക്കിരിക്കേണ്ടത് എങ്ങനെയാണ്. ഈ വർഷം ഞാൻ കൂടെ ഇരിക്കുവാണ്. ചിലപ്പോൾ അടുത്ത വർഷം ഈ പാറ്റേൺ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കായിട്ട് തന്നെ ദൈവസന്നിധിയിൽ ഒരു വാക്യം കിട്ടിയാൽ അത് ധ്യാനിച്ച് ഒരു മെസ്സേജ് ഡെവലപ്പ് ചെയ്യാൻ, ധ്യാന ചിന്തകൾ ഉണ്ടാക്കാൻ, ഒരു പ്രസംഗം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തന്നെത്താൻ സ്പിരിച്വൽ നറിഷ്മെൻറ്റിന് വേണ്ടി ധ്യാനിക്കാൻ, ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ബൈബിൾ വായിക്കുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കരമായി, ചിലപ്പോൾ ഒരു ചെറിയൊരു വാക്യത്തിൻ്റെ ശകലമായിരിക്കും പരിശുദ്ധാത്മാവ് എടുത്തു വരുന്നത്. നേരെ അത് പോയി എടുത്ത് വായിക്കുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അങ്ങ് എവിടെ വരെയൊക്കെ കർത്താവ് എത്തിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇരുന്ന് കരയും, കർത്താവിൻ്റെ മടിയിലോട്ട് വീഴും, കർത്താവ് ഒത്തിരി നമ്മളോട് സംസാരിക്കും. പക്ഷെ അതാണ് ജീവിതത്തിൽ ഞാൻ കണ്ടെത്തുന്ന ഭയങ്കരമായ സന്തോഷം. ഓൾറൈറ്റ്, ഇപ്പോൾ 10-ാം തീയതിയിലെ പേജ് എടുത്തു വയ്ക്കുക. അതിനെ ആധാരമാക്കിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന പ്രധാന കാര്യങ്ങളെല്ലാം എഴുതണം. എഴുതിയ ശേഷം ചിലർക്കെങ്കിലും അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ യൂട്യൂബിലൊക്കെ
കാണുന്നവർ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നത് ടൈപ്പ് ചെയ്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്നത് ടൈപ്പ് ചെയ്തിടാനൊക്കെ പറയും, അതൊക്കെ ഇടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മാറും. ഒരു ഇൻട്രാക്റ്റീവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, ജനുവരി 10 ഫോക്കസ് വേർഡ്, ഇന്നത്തെ ഫോക്കസ് വേർഡ് ജോയ്. വാവ്, സന്തോഷം. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ സന്തോഷം. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനൊക്കെ അങ്ങ് നിറയട്ടെ. ലൈവ് ചാറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിടുക. വാവ്, ജോയ്, സന്തോഷം. ഇന്നത്തെ ഫോക്കസ് വേർഡ്സ് നെഹെമ്യായ 8:10. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ, അല്ലെങ്കിൽ കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ബൈബിൾ ആപ്പ് തുറന്ന് മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, അത് കോപ്പി ചെയ്യുക. ഈ വേഴ്സ് കോപ്പി ചെയ്യുക. ഫുൾ വേഴ്സ് കോപ്പി ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുപോയി ഇടുക. ഇത് നമ്മൾ കൂട്ടായി ഒരു കാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാനത് തന്നെ ഇടുന്നത്, എന്ത് കിട്ടാൻ, അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു സാക്ഷ്യമാണ്, ഇതൊരു വചനത്തിൻ്റെ റിലീസാണ്. വചനം അയച്ചാൽ ചിലപ്പോൾ സൗഖ്യം വരെ നടക്കും. വാ, ഡെക്ലറേഷൻ. മൈ ഹാർട്ട് റിജോയ്സസ് ഇൻ ദ ലോർഡ് ടുഡേ. ഇന്ന് എൻ്റെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. ഇവിടെ ഒന്ന് കൈവച്ച് പറഞ്ഞ്, എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. ടൈപ്പ് ചെയ്യുക, എഴുതുക. എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. പറഞ്ഞേ, എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. ഹിസ് ജോയ് സ്ട്രെങ്തൻസ് ആൻഡ് സസ്റ്റെയിൻസ് മീ ത്രൂ ഓൾ തിങ്സ്. അവൻ്റെ സന്തോഷം എന്നെ ശക്തീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. വാ, അവൻ്റെ സന്തോഷമാണ് എന്നെ ശക്തീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. ഈ ഡെക്ലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അനേക പ്രാവശ്യം വാ കൊണ്ട് പറയണം. ആരുമില്ലെങ്കിൽ ഇത്തിരി ഉറക്കെ അങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ അടക്കപ്പിടിച്ച ശബ്ദത്തിലെങ്കിലും മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം. എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. പറഞ്ഞേ, എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. അവനിലെ സന്തോഷം, കർത്താവിലെ സന്തോഷം എന്നെ ശക്തീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. കർത്താവിലെ സന്തോഷം എന്നെ എല്ലാ കാര്യങ്ങളിലും നിലനിർത്തുകയും അതുപോലെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. വാ വാ വാ, ഹല്ലേലൂയ. റെഡി? ചില ധ്യാന ചിന്തകൾ ഞാൻ പറയും, അത് കുറിച്ച് വെക്കണം. പ്രധാന കാര്യങ്ങളല്ല, ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അതുപോലും കുറിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് വായിക്കുമ്പോൾ മൊത്തം മെസ്സേജ് അതുപോലെ തന്നെ ഉണർന്ന് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് വരികയുള്ളൂ. അതുകൊണ്ട് വാക്യങ്ങൾ മാത്രം, ചിലരൊക്കെ ഇത് എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടു, ഒന്നുമില്ല, 1-2 വരികൾ മാത്രം എഴുതി വെച്ചു, അവർക്ക് അത്രേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ നിന്നും എഴുതാം. കൂടാതെ അതിന് ശേഷം പല പ്രാവശ്യം വീഡിയോ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കണം. അപ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് ചില വചനങ്ങൾ, കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഓർമ്മ, അതെല്ലാം അവിടെയൊക്കെ കുറിച്ച് വയ്ക്കുക. ഓക്കെ, ജോയ് ഈസ് നോട്ട് ഓപ്ഷണൽ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഓപ്ഷണലല്ല, ഐച്ഛികമല്ല. എനിക്ക് തിരഞ്ഞെടുക്കാൻ, എനിക്ക് ദുഃഖിച്ച് ജീവിക്കണം എന്ന് അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. അതുപോലെ ജോയ് ഈസ് എസെൻഷ്യൽ സ്ട്രെങ്ത്. നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത് സന്തോഷമാണ്. ഈ കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിലൊക്കെ സ്റ്റേഡിയം മൊത്തം ആളുകൾ തുള്ളിച്ചാടി നൃത്തം ചെയ്തു. ചിലർ ഭയങ്കരമായി വിമർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കോൺസേർട്ടല്ലേ, കളർ ലൈറ്റും എല്ലാം കൂടി ഇട്ടിട്ട് തുള്ളുന്നത്, ഇതാണോ ഭക്തി? ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ സന്തോഷിച്ചോളാനാണ്. എങ്ങനെ സന്തോഷിക്കുക? അതുപോലെ സന്തോഷിക്കുക. ദാറ്റ് ഈസ് യുവർ വേ ഓഫ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ജോയ് ഓഫ് ദ ലോർഡ്. ഞങ്ങളിങ്ങനെയാണ്. ഇനി ചിലർ കരഞ്ഞാണ് അടുത്ത വർഷത്തിലോട്ട് കയറുന്നത്. കർത്താവേ, കഴിഞ്ഞ വർഷം മുഴുവൻ വളരെ വേദനകളിലൂടെ ദുഃഖങ്ങളിലൂടെ ഞങ്ങൾ പോയി, ഈ അടുത്ത വർഷം എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നതെന്ന് അറിയില്ല കർത്താവേ. കഴിഞ്ഞ വർഷം കർത്താവ് ഒത്തിരി പ്രയാസങ്ങളിലൂടെ എന്നെ കൊണ്ടുപോയി, അടുത്ത വർഷം ഇതിനേക്കാൾ വലുത് കൊണ്ടുപോയി, ഇതെല്ലാം കാരണം നീയാണ് എന്ന രീതിയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ എന്തിന് കൊള്ളാം? ഞാൻ ചോദിക്കുന്നത്, ലൈറ്റും ബൾബും
വൈദ്യുത വിളക്കും സ്റ്റേഡിയങ്ങളൊക്കെ വെറിക്കൂത്തുകൾക്കും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും DJ പാർട്ടി നടത്താനും കല്യാണം നടത്താനും വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. അതിലൂടെയെല്ലാം ദൈവത്തെ മഹത്വം. ഞാൻ പറയുന്നത് ഇനിയും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും എല്ലാ സ്റ്റേഡിയങ്ങളും ദൈവമക്കൾ കയറി പ്രസംഗിക്കണം, ആരാധിക്കണം, ആത്മാവിൻ്റെ വർഷിപ്പോടെ വെളിപ്പെടണം. എൻ്റെ ആഗ്രഹം അതാ. ഹല്ലേലൂയ. സോ ഞാൻ ഇന്നും ഓർക്കുന്നു, ആദ്യമായിട്ട് 1998 ആദ്യമായിട്ട് എറണാകുളം ടൗൺ ഹാളിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുക. അന്ന് 1998 അന്ന് അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേ ഇതുപോലെ വിശാലമായ ഒന്നും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു വർഷം കഷ്ടി എന്തോ ആയിട്ടുള്ളൂ. ആ മീറ്റിങ്ങിൽ ഞങ്ങളങ്ങ് കുറേ ചെറുപ്പക്കാർ സ്റ്റേജിൽ കയറി ഇങ്ങനെ കൈയിട്ടു. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ഇതിലൂടെ ഒരു കൈ, അടുത്ത ആളെ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് നിരന്ന് നിന്ന് അങ്ങ് നൃത്തം ചെയ്തു. അപ്പം അന്ന് ഇതൊക്കെ 98 കാര്യം പറയുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ വന്ന ഭക്തജനങ്ങൾ ചിലർക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം അവർ കണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കൂടിപ്പോയി ഇങ്ങനെ കൈയടിച്ച് ഭക്തിയോട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും കുറേ പാട്ടുകൾ പാടാനും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിമർശനം ഉണ്ടായി. ഇതെന്ത് പേക്കൂത്ത, എന്തെവിടെ കാണിച്ചു കൂട്ടുന്നത്? എൻ്റെ ചോദ്യം, ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ജോയ്? 1ാം റാങ്ക് കിട്ടിയാൽ, ഒരു ഫുട്ബോൾ കളിയിൽ ജയിച്ചാൽ ട്രോഫിയുമായിട്ട് കരഞ്ഞോണ്ട് കർത്താവേ ഈ ട്രോഫി അങ്ങനെയാണോ? അത് നാട്ടുകാരെ പോലും കിടത്തില്ല. ഒരു ടെമ്പോ ട്രാവൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വെഹിക്കിളിൽ ഈ പിള്ളേരെല്ലാം കൂടി കയറി ട്രോഫി പിടിച്ചിട്ട് ചെണ്ട അടിച്ച് തുള്ളു കിടന്നു വഴി പോകുന്നവരും. എന്തിനു പറയും, അവിടെ ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഫുട്ബോൾ, ഇപ്പോൾ ബ്രസീൽ ജയിച്ചു അല്ലെങ്കിൽ അർജൻറ്റീന ജയിച്ചു, ഇവിടെ കിടന്ന് എന്താ മേളം? ഇത് കർത്താവിൽ സന്തോഷിക്കാൻ വകുപ്പില്ലേ? പോട്ടെ, പറഞ്ഞു വന്നാൽ കൂടി പോവും. ഞാൻ കുറച്ച് കാര്യങ്ങൾ വചനത്തിൽ നിന്നും കൂടി പറയാം, കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം 8:10 നമ്മൾ വായിച്ചത്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നെഹമ്യാവാണ്. കഥകളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷമെങ്കിലും വായിക്കാം. നമ്മുടെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഞാൻ തൊടാറില്ല, കാരണം അത് നിങ്ങൾക്കുള്ളതാണ്. അതുകൂടി എനിക്ക് വായിച്ചു തരാൻ പറ്റില്ല, അവരവരായിട്ടിരുന്ന് വായിക്കണം. പക്ഷേ ബ്ലെസ്സിങ് ടുഡേയിൽ എൻ്റെ അറിവിൽ പ്രഭാത പ്രാർത്ഥനകളിൽ അതുപോലെ ഓരോരോ ഇതിലൊക്കെ ബൈബിൾ റീഡിങ്ങൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. തന്നെത്താൻ വായിക്കാത്തവർ അതിലെങ്കിലും വായിച്ച് കേൾക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം പറയും. നെഹമ്യാവ് വേറൊരു വിദേശ രാജ്യത്ത് ജോലിയിലാണ്. പക്ഷേ തൻ്റെ രാജ്യം ഇസ്രായേൽ പട്ടണമൊക്കെ, പട്ടണത്തിൻ്റെ മതിൽ മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നു. 120 വർഷമായിട്ട് പണിയാൻ ആരുമില്ലെന്ന് കേട്ടപ്പോൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് 52 ദിവസം കൊണ്ട് എല്ലാവരും സംഘടിപ്പിച്ച് പണിതു. ആ മതിലിൻ്റെ പണിയോടുകൂടെ ഒരു റിവൈവലുണ്ടായി. ആ റിവൈവലിൽ സംഭവിച്ചത് നമുക്ക് ആ ഭാഗം വേണമെങ്കിൽ ഒന്നെടുത്ത് നോക്കുന്നത് നല്ലതാണ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് വായിക്കാം. ഞാൻ ഇംഗ്ലീഷും മലയാളമൊന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് കഥ പറയാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. 52 ദിവസം കൊണ്ട് പണി കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയില്ല, അടിച്ചുറപ്പായെന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാം സേഫായി. ഇവർ നീർവാതിൽ, ഒത്തിരി വാതിലുകളുണ്ട്. കുതിരവാതിൽ, കുപ്പവാതിൽ, ആട്ടിൻ വാതിൽ, ഒത്തിരി വാതിലുണ്ട് ഈ സിറ്റി വാളിന്. നീർവാതിൽ, വാട്ടർ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു മൈതാനമുണ്ട്, ഒരു ഗ്രൗണ്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന പോലെ എറണാകുളത്ത്, അല്ലെങ്കിൽ പീരങ്കി മൈതാനം എന്ന് പറയുന്നത് പോലെ, ഫോർട്ട് കൊച്ചി വെളിയിലെ മൈതാനം എന്ന് പറയുന്ന പോലെ, ഇതുപോലത്തെ വലിയ മറീന ബീച്ച് പറയുന്ന പോലെ, ശംഖുമുഖം പറയുന്ന പോലെ വലിയൊരു മൈതാനം.
അവിടെ സർവ്വജനവും കൂടെ ഒരുമിച്ച് വന്നു. അത് തന്നെ ഒരു ഉണർവാണ്. ചെതറി അവിടെ ഇവിടെ ഓടിയിരുന്നു. മതിലില്ല, എപ്പോഴാണ് കള്ളം വരും, എവിടെ നിന്ന് അറ്റാക്ക് വരുമെന്ന് അറിയില്ല. എല്ലാവരും ഇങ്ങനെ ഒളിസങ്കേതങ്ങളിലൊക്കെ ആയിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ നെഞ്ചൊക്കെ വിരിച്ച് പുറത്തിറങ്ങാം. അങ്ങനെ അവർ നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരു വലിയൊരു സ്ക്വയർ എന്ന് വിചാരിച്ചു. അവിടെ വന്നു ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. എസ്രാ ശാസ്ത്രി അവിടെയുണ്ട്. മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പുസ്തകം ആരും ബൈബിൾ വായിക്കാറില്ല ആ കാലത്ത്. വചനമില്ല, ആരാധനയില്ല, യാഗങ്ങളില്ല, മതിലില്ല, തോന്നിയതുപോലെ ജീവിക്കുന്ന കാലമാണ്. പക്ഷേ നെഹെമ്യാ എന്ന ഒറ്റ മനുഷ്യൻ നിമിത്തം ഇപ്പോൾ ജനം മുഴുവൻ ഉണർന്നു വന്നു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ടുഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. എല്ലാവരും നിൽക്കുക. ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഇന്നാണെങ്കിൽ എല്ലാവരുടെ കയ്യിലെ പോക്കറ്റിലാണെങ്കിലും മൊബൈലിൽ എവിടെയും ബൈബിളാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ബൈബിൾ ഓപ്പൺ ചെയ്യാം. പക്ഷെ അന്നില്ല. ആകപ്പാടെ ഉള്ളത് ഈ എസ്രാ ശാസ്ത്രിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകമുള്ളൂ. ഇത്രയും ജനങ്ങൾക്ക് ഈ വചനം എങ്ങനെ വായിക്കാനാ? ആരെങ്കിലും ഉറക്കെ വായിച്ചാൽ മാത്രമേ. അപ്പോൾ ആ സമയത്ത് ഒറ്റ പ്രാവശ്യമല്ലേ വായിക്കുന്നേ, 2 കാതും കൂർപ്പിച്ച് അവർ കേൾക്കുക. ഒരു വേർഡ് മിസ്സാകരുത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഞാൻ വരുന്നത് വരെ വായന, പ്രബോധനം എന്നിവയിൽ ഉറ്റിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ അന്ന് വേറെ ഓപ്ഷനില്ല. ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് നിന്ന് ചുരുൾ നിവർത്തി വായിച്ച് കേൾക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് വചനം കേൾക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഇവർ എല്ലാവരും ഒരുമിച്ച് കൂടി രാവിലെ മുതൽ ഉച്ച വരെ വേറെ ഒരു പരിപാടിയില്ല. വചനം വായിക്കും, വചന വായന, റീഡിങ് മാത്രം. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്നൊരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അപ്പോൾ ഇതിനു വേണ്ടി അവിടെ ഒരു പീഠം, ഇപ്പോൾ നമ്മൾ പുൾപിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഉയർന്ന് അതിനുവേണ്ടി മാത്രം, അതായത് ബൈബിൾ വായിക്കാൻ വേണ്ടി മാത്രം ഒരു പീഠമുണ്ടാക്കി, ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതിൽ കയറി നിന്നു. അവൻ്റെ അരികെ വലതു ഭാഗത്ത് പിന്നെ കുറേ പേരുടെ പേര് പറയുന്നുണ്ട്. ഇവരെല്ലാം കൂടെ അന്നത്തെ ശുശ്രൂഷകർ ഇവരെല്ലാം കൂടെ നിരന്ന് നിന്നു. ഓക്കെ. 5 എസ്ര സകല ജനവും കാണുക പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിന് മീതെ ആയിരുന്നു. കാരണം പൊക്കമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറിയെന്ന് വായിക്കണം. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ചുരുൾ നിവർത്തുകയല്ല, വചനം നിവർത്തിയപ്പോൾ ജനം എഴുന്നേറ്റ് നിൽക്കും കേൾക്കാൻ വേണ്ടി. ചിന്തിച്ചു നോക്കും. സർവ്വജനവും തൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരുമായ തൻ്റെ ഭക്തന്മാരെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു എന്നതുപോലെ വചനത്തോടുള്ള ആദരവ്. ഞാൻ ഈ സാധാരണ വചന ശുശ്രൂഷയ്ക്ക് എഴുന്നേക്ക് പറയും എല്ലാവരോടും ഇരിക്കെ. ആ സമയത്ത് അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് കാണിക്കുന്ന അപമാനമല്ല, ദൈവവചനത്തോട് കാണിക്കുന്ന അവഹേളനമാണ്. എൻ്റെ വചനമല്ലല്ലോ ഞാൻ പറയുന്നത്, എനിക്കായിട്ടൊരു വചനമില്ല. അപ്പോൾ ദൈവവചനത്തിന് മുമ്പാകെ സർവ്വജനം എഴുന്നേറ്റ് നിൽക്കുക. ഇനി എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെ കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണത് യഹോവയെ നമസ്കരിച്ചു. ഓരോ വചനം വായിക്കുമ്പോൾ ആമേൻ ആമേൻ. ചില ആൾക്കുണ്ട് ഈ വചന ശുശ്രൂഷയുടെ സമയത്തൊക്കെ ചിലരൊന്ന് ആമേൻ എന്നൊക്കെ ഹല്ലേലൂയ ഒക്കെ പറയുന്ന സമയത്ത് ഇയാളെന്ത് നമ്മളെ കേൾപ്പിക്കുകയില്ല. അപ്പം അങ്ങ് പറഞ്ഞാൽ മതി, കേൾക്കാൻ വേണം, പറയുകയും ചെയ്യണം. അതിവിടെ സംഭവിച്ചു. ആമേൻ ആമേൻ, ഉണർവിൻ്റെ ലക്ഷണമാണത്. അടുത്തത്, ജനം താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ, പിന്നെ കുറേ പേരുടെ പേരൊക്കെ പറയുന്നുണ്ട്, വായിച്ച സമയം കളയുന്നില്ല. എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? എസ്ര വായിക്കുന്നു, കൂടെ നിൽക്കുന്ന കുറേ ടീച്ചിങ് ഗിഫ്റ്റ് ഉള്ളവർ, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്നവർ നിന്ന് ജനങ്ങൾക്ക് മോശ അന്ന് പറഞ്ഞത് ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പലിശ മേടിക്കരുത്, സഹോദരങ്ങൾ നമ്മൾ പലിശ മേടിക്കരുത്. ഇങ്ങനെ
അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ അതാ ചെയ്തു. നിങ്ങളത് ചെയ്യണം. മറ്റുള്ളവർക്ക്, മനസ്സിലാകാത്തവർക്ക്. ഷണ്ണന് ഫിലിപ്പോസ് തേരിൽ കയറി അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞത്. അതിൽ ഈ വർഷം ചിലർക്ക് പറഞ്ഞു കൊടുക്കണം, ചിലർക്ക് സ്നാനപ്പെടും. ഇനി ദേശാധിപതിയായ നെഹമ്യാവ് ഗവർണറിനെയാണ് ഈ പറയുന്നത്. ദേശാധിപതി ശാസ്ത്രി എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മൊത്തം ജനം നിന്ന് കരയുക. ന്യായപ്രമാണം കേട്ടു, വിശദീകരണം കിട്ടുക, അർത്ഥം കിട്ടിയപ്പോൾ ജനം നിന്ന് കരയുക. വചനം കേൾക്കുമ്പോൾ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവവചനം കേൾക്കുമ്പോൾ കരയുന്നില്ലെങ്കിൽ നെഞ്ചത്തടിച്ച് കരയണമെന്ന് ഞാൻ പറയുന്നു. എന്താണ് വചനം കയറുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. വചനം നമ്മുടെ ഹൃദയത്തെ തൊടണം. പത്രോസ് എഴുന്നേറ്റ് 11 പേരോടുകൂടെ പെന്തക്കോസ്ത് നാളിൽ ശുശ്രൂഷിച്ച സമയത്ത്, പത്രോസ് പ്രസംഗിച്ച സമയത്ത് ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തുകൊണ്ടിട്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പറ. ദൈവവചനം വെറുതെ കേട്ട് രസിച്ചിരുന്ന് പോകാനുള്ളതല്ല. അകത്തോട്ടിത് ക്രിയ ചെയ്യണ്ടേ, ആക്ടിവേറ്റ് ചെയ്യണ്ടേ. അപ്പോഴാണ് 10ാമത്തെ വചനത്തിൽ പറയുന്നത്, അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് നിങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകും. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ഈ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കുറേ സംഗതികളുണ്ട്. ചിലത് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ജോയ് ഈസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് ഡിസ്കറേജ്മെൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് നിരാശ വരുന്ന സ്വഭാവമുള്ള ഒരാളാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഡബിൾ ഡോസ് നിങ്ങൾക്ക് ആവശ്യമാണ്. കേട്ടില്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് അപ്സെറ്റാകുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ദൈവിക സന്തോഷത്തിൻ്റെ ഡബിൾ ഡോസ് ആവശ്യമാണ്. ഈ സന്തോഷം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ള സന്തോഷമല്ല ഈ പറയുന്നത്. ഇത് കർത്താവിലെ സന്തോഷമാണ്. അതായത് ജോയ് ഡിക്ലെയർസ് ദാറ്റ് ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. അതായത് ഈ നമ്മുടെ ഹൃദയത്തിലെ ഈ സന്തോഷത്തിൻ്റെ കാരണം ദൈവം ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. നോബഡി ക്യാൻ ഡീത്രോൺ മൈ ഗോഡ്. എൻ്റെ ദൈവത്തെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ പറ്റിയ ഒരു ജീവിയുമില്ല, ഒരു ജന്തുവുമില്ല, ഒരു ശക്തിയുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് സന്തോഷം. വെൻ യു റിജോയ്സ്, ഫിയർ ലൂസസ് ഇറ്റ്സ് പവർ. അല്ലേ? സന്തോഷിക്കുന്ന സമയത്ത് ഭയം വിട്ടുപോകും. ഡിസ്കറേജ്മെൻറ്റ് റിട്രീറ്റ്സ്. നിരാശകൾ പതുക്കെ റിവേഴ്സ് ഗിയർ എടുത്തങ്ങ് പൊക്കോളും. ഹോപ്പ് റൈസസ് അഗെയിൻ. പ്രത്യാശ വീണ്ടും ഉടലെടുക്കും. അപ്പോൾ ഈ സന്തോഷം വരുന്ന സമയത്ത് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടി ക്ഷമാപണത്തോട് പറയാൻ. പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് അവരെ തല്ലിച്ചതച്ച് എല്ലൊടിച്ച് കൊണ്ടുപോയിട്ടിരിക്കുന്ന സമയത്ത്, അർദ്ധരാത്രിയിൽ ഒരു സാഹചര്യമില്ലാത്ത സമയത്ത്, പടയാളികൾ മുഴുവൻ ചുറ്റിലും നിൽക്കുന്ന സമയത്താണ് അവരുടെ ആരാധന. അവരങ്ങ് സന്തോഷിച്ച് ആരാധിച്ചു. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മുറിവേൽക്കാൻ, നിനക്ക് വേണ്ടി ചതവുകളേൽക്കാൻ. യെശയ്യാ 53 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, അവൻ തകർക്കപ്പെട്ടു. അതുപോലെ ഒരു സാമ്പിളെങ്കിലും അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ കിട്ടിയല്ലോ, പാടുക. പക്ഷെ എന്ത് സംഭവിച്ചു? അത് ജയിലൊക്കെ പൊളിഞ്ഞു. ജയിൽ പൊളിക്കുന്ന അഭിഷേകമാണ് ദൈവത്തിൽ, കർത്താവിലെ സന്തോഷം. മാനസികമായി ചിലർ കാരാഗ്രഹത്തിലായി പോകുന്നു. വിടർന്ന് ചിന്തിക്കാനോ സന്തോഷിക്കാനോ പറ്റുന്നില്ല. ദൈവവചനം വായിച്ച് അകത്തത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങാനും മാനസാന്തരപ്പെടാനൊക്കെ പറ്റും. അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നൊരു സന്തോഷമുണ്ട്. ദാറ്റ് ഇസ് എ ജെനുവിൻ
joy of the Lord. ആ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനൊരു സന്തോഷത്തിൽ ജീവിക്കാനാണ് കർത്താവ് 2026 നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേട്ടില്ല അല്ലേ? ഒന്നുകൂടി പറയാം. ഇങ്ങനൊരു സന്തോഷത്തിൽ ജീവിക്കാൻ. എങ്ങനെയൊരു സന്തോഷം? വചനം തുടങ്ങും. ഞാൻ പലപ്പോഴും ചെയ്യുന്ന രീതിയാണ്, പ്രഭാതത്തിൽ ഞാൻ ആദ്യം ഇരിക്കുന്ന വചനമായിട്ടിരിക്കും. പല ദിവസം പല രീതിയിലാണ്, പക്ഷേ നോർമലി വചനവുമായിട്ട് ഞാനിരിക്കും. വചനവുമായിട്ടിരുന്നിരുന്ന് വായിച്ച് ധ്യാനിച്ച് വരുമ്പോൾ പെട്ടെന്ന് അകത്തത് സ്പർശിക്കാനും കണ്ണുനീരൊഴുകാനൊക്കെ തുടങ്ങും. അതിനുശേഷം നമ്മളെ തന്നെ ഒന്ന് വാഷ് ചെയ്യുന്നത് പോലെ, നമ്മളൊരു ഷവർ എടുക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ശുശ്രൂഷിക്കും. യോഹന്നാൻ 15:3 പറയുന്ന പോലെ, എന്നോട് കേട്ട വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് ഭയങ്കരമായ ഒരു സന്തോഷം അകത്ത് വന്നങ്ങ് സുനാമി തിരമാലകൾ പോലെ ദൈവസന്നിധിയിലെ സന്തോഷം വരാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ഒരു പോർഷനായി, നിങ്ങളുടെ ഓഹരിയായി ഈ വർഷം മാറുകയാണ്. ഞാനത് റിലീസ് ചെയ്യുകയാണ്. കൈനീട്ട കർത്താവേ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലാട നൽകാൻ നിനക്ക് പറ്റും. ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ കിരീടം നൽകാൻ നിനക്ക് സാധിക്കും. ഈ വർഷം ഡിപ്രഷൻ ഇല്ല, ഈ വർഷം നിരാശയില്ല. ഞാനതിനെ അരിഞ്ഞു കളയുക. വിഷണ്ണ മനസ്സിനെ ഞാൻ മുറിച്ചു കളയുന്നു. താങ്ക് യു ജീസസ്. ഈ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വലിയവർ, പ്രായമുള്ളവർ, യുവതിവാക്കന്മാർ, എല്ലാവരുടെ അകത്തുള്ള എല്ലാവിധ ദുഃഖങ്ങളെ ഞാൻ ചോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്. സന്തോഷം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം അവർക്ക് കുഞ്ഞ് ജനിക്കട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വലിയ ഹീലിംഗ് നടക്കട്ടെ. കൈകൾ രണ്ടും നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ കർത്താവിനോട് പറയാൻ ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതുണ്ടാകട്ടെ, സംഭവിക്കട്ടെ, ലഭിക്കട്ടെ. ആമേൻ. ഒരു ചെറിയൊരു റിക്വസ്റ്റുണ്ട്. ഈ ഓരോ ദിവസം കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. വാട്സപ്പ് സ്റ്റേറ്റസിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഇത് പഠിപ്പിക്കുക. നാളെ അറിയാമല്ലോ, സൺഡേ ആണ്. വീട്ടിലിരിക്കരുത്. കോവിഡൊക്കെ കഴിഞ്ഞു. അറിഞ്ഞില്ലേ എനിക്ക് അറിഞ്ഞുകൂടാ. ഓൺലൈൻ്റെ കാലം കഴിഞ്ഞു. നേരെ വരണം. എത്ര പ്രായമാണെങ്കിലും ഇറങ്ങി പുറത്തേക്ക് വരണം. നാളെ കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ചില വർഷങ്ങളായി പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ ടേബിൾ മൊത്തം പുസ്തകമാണ്. ഇതെല്ലാം കുറേ പുസ്തകങ്ങൾ, ഇവിടെ കുറേ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിൽ, ഹിന്ദിയിൽ, അതിലൊക്കെ നമ്മൾ ചെയ്തു. അതിൽ അവസാന സമയത്ത് ഇറക്കിയ ചില പുസ്തകങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെളിപാട് പുസ്തകം രൂപരേഖ. കുറച്ച് നാൾ മുമ്പാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 22 അധ്യായങ്ങളും ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ലഭ്യമാണ്. ആമസോണിൽ ലഭ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വന്ന് കൊച്ചിയിലെ ബ്ലെസ്സിങ് ടുഡേയിലെ ബുക്ക് സ്റ്റോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലോ ചെന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ദിസ് വിൽ റിയലി ബ്ലെസ് യു. ദിസ് ഈസ് എ സ്ട്രക്ചർ ആൻഡ് ദിസ് ഈസ് എൻ ഔട്ട്ലൈൻ ബുക്ക്ലെറ്റ്. ഇതുണ്ടെങ്കിൽ വെളിപാട് പുസ്തകം എന്താണ്? ദിസ് ഈസ് ആക്ച്വലി ജസ്റ്റ് ടു അൺലോക്ക് ദ ബുക്ക് ഓഫ് Revelation.